സമയായി. പാദീഷീസിന്റെ വ്ലോഗ് എടുക്കണമെന്നും പറഞ്ഞു ഇന്നലെ വിളിച്ചോണ്ട് വന്നിട്ട് നീ ഓഫ് എഴുന്നേറ്റ വ്ലോഗ് നമുക്ക് നാൾക്കാക്കിയാലോ? നല്ല ഉറക്കം വരുന്നത്. അയ്യോ നല്ല തണുപ്പ്. സൂര്യനെ കുതിച്ചാ? സൂര്യനെ കുതിച്ച് മണിക്കൂർ 2 നീ വന്നു. വെള്ളം ഉണ്ട്. ബായ എന്റെ ബ്രഷ് കിട്ടി വേണം. ഞങ്ങളിപ്പോൾ ഉള്ളത് കോർഫുക്കാനിലാണ്. ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ക്യാമ്പ് അടിച്ചാണ്. ക്യാമ്പ് അടിച്ചെന്നാൽ നമ്മളെ വണ്ടിയുണ്ട്, വണ്ടി തന്നെ കിടന്നുറങ്ങി. വാദി ഷീസ്, അതുപോലെ തന്നെ വാദി പാർക്ക്, പിന്നെ ഒരുപാട് അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം നമ്മളെ കൂടെ ഷെഫീർ ബ്രോ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കവർ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഉണ്ടോ കൊടുത്താലോ? ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല എങ്കിലും വാദി ഷീസിലേക്ക് പോവാം. പിന്നെ വാദി പാർക്ക്, മറ്റേ ഷീസ് പാർക്ക് ഉണ്ട്. അവിടെ ഒരു ഡാം ഉണ്ട്, കയാക്കിംഗ് ഒക്കെ ഉള്ള. പിന്നെ അവിടെ കുറച്ച് അഗ്രികൾച്ചറൽ ഫാമിംഗ് പരിപാടികളുണ്ട്. അതിന്റെ മുകളിലൊരു മൗണ്ടൈൻ്റെ അവിടെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ സെറ്റിൽ ചെയ്ത ആളുകളുടെ വില്ലേജ് ആണ്. സംഭവം പറഞ്ഞു കഴിഞ്ഞാലേ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ബ്യൂട്ടിയാണ് അല്ലേ? ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒരുപാട് ഫാമിലീസ്, എല്ലാ കാറ്റഗറി പെട്ട ആൾക്കാർക്കും വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം. അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. യുഎയുടെ ഒരു കറക്റ്റ് ഒരു വില്ലേജ്, ട്രഡീഷണൽ വില്ലേജ് സ്റ്റൈലാണ് ഈ കോർഫുക്കാൻ. അതുപോലെ തന്നെ വാദി ഷീസ്, അങ്ങനെയുള്ള ഒരുപാട് ഏരിയകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു ഹജർ മൗണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ? അതിൻ്റെ താഴ്വരകളാണ്. പിന്നെ ഇതുപോലെ തന്നെ കുറേ ചെറിയ പച്ചപ്പ് ഫാമുകൾ അതൊക്കെ ഉണ്ട്. നമ്മൾ അതെല്ലാം ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അടിപൊളിയാക്കും നമ്മൾ. എന്തായാലും അതെ അതെ, എന്തായാലും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക, ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ താഴെ എന്താണ് കാണാൻ വേണ്ടി വന്നത്. വലിയ വണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നജ്ദൽ മക്സർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട് കേട്ടോ. എന്തായാലും 100-300 വർഷം പഴക്കമുള്ള വില്ലേജ് എന്നാണ് അതിൽ നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ല, കറിയത്ത് നജ്ദൽ മക്സർ. നമുക്ക് എൻട്രി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മരത്തോണ്ടുള്ള ഇങ്ങനെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ശരി, നമുക്കൊരു ചായ ഇട്ട് കുടിച്ചാലോ? കുറച്ച് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആണെങ്കില് ചാവി നോക്കട്ടെ കേട്ടോ. എൻ്റെ ഉണ്ടെങ്കില് തള്ളത്താക്കോലിട്ട് തുറക്കാൻ നോക്കിയത് പിടിച്ചാത്തുണ്ട. ഞാനിവിടെ സെറ്റിലാക്കാൻ തീരുമാനിച്ചു. എന്താ പറയണ? അടിപൊളിയാ, രക്ഷയില്ല. ഞാനവിടെ കൃഷിയും കാര്യമില്ല. അവിടെ നോക്കിയ കൃഷി സ്ഥലമുണ്ട്. ഞാനവിടെ കുറച്ച് കൃഷി ഭൂമി മേടിച്ചിട്ട് ഇവിടെ സെറ്റ് ആവാനുള്ള പരിപാടിയാണ്. അതിന്റെ പരിപ്പെടുത്തോ? എടാ അതില് മണ്ണെണ്ണ ഇല്ലടാ. മണ്ണെണ്ണ ഉണ്ടാ? ഇവിടെ മണ്ണെണ്ണ ഇല്ല. നീ പോയിട്ട് റേഷൻ കടയിൽ നിന്ന് ഒരു 5 ലിറ്റർ മണ്ണെണ്ണ മേടിച്ചോണ്ടെന്നാ.
ഇവിടെ ഒരു വേലിയും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പുറത്തെ ബാത്റൂമോ പരിപാടിയൊന്നും തോന്നുന്നുണ്ട്. നോക്കാം. ആരോടെ കിടന്നുറങ്ങണ്ടല്ലോ, പണിക്ക് വന്ന ബംഗാളിയാണോ? നീയാ നീ ഇവിടെ കിടന്നുറങ്ങണ? പോണ ശല്യം ചെയ്യാണ്ട് എന്റെ വ്ളോഗിങ് ഞാനിവിടെ കിടന്നു കുറച്ചു നേരം. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പക്ക ട്രഡീഷണൽ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് റെയിൽസ് മരത്തിൻ്റെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കല്ലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മലം എന്നുള്ള കല്ലുകളൊക്കെ തന്നെയാണ്. പിന്നെ ആ ഒരു പഴയ കാലത്ത് ചെളിയൊക്കെ വെച്ചിട്ടുള്ളൊരു പ്ലാസ്റ്ററിങ് ആണല്ലോ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതികളൊക്കെ. പിന്നെ നോക്കിയേ, ഇത് ഇവിടുത്തെ ഒരു വീടിൻ്റെ റൂഫ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പഴയ കാലത്ത് അതേ മെത്തേഡ് തന്നെയാണ്. ഈന്തപ്പന ഓലകൾ ഇങ്ങനെ ഉണങ്ങിയ ഓലകൾ ഇങ്ങനെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ റൂഫ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഒരു ജനല, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻസ്. പഴയ കാലത്തെ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ മലയുടെ മുകളിലൊക്കെ താമസിക്കുന്ന ഒരു ജനത ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ശരിക്കും. മലമ്പ്രദേശത്ത് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു മുള്ളുള്ള ചെടികളുണ്ടോ, ഇങ്ങനത്തെ ചെടികളാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ നാച്ചുറലായിട്ട് ഇവിടെ വളരാനാണ്. ഇവിടെ ഒരു വലിയൊരു പാറക്കഷ്ണം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് സ്ലൈഡായി പോകുന്നതായിരിക്കുള്ളൂ. എന്തായാലും ഇതൊക്കെ എടുത്ത് അവർ മാറ്റും. ഹൈക്കിംഗ് റൂട്ടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതുണ്ട ഹൈക്കേഴ്സിന് അട്രാക്ഷനുള്ളൊരു റൂട്ടാണ്. അഡ്വഞ്ചർ ടൂറിസമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കൊക്കെ അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. ആ താഴ്ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ആ റൂട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലേ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കി ഇതിലേ വന്ന് ഇതിലേക്ക് കയറി പോരുന്നുണ്ട്. ഈ ഭാഗത്തൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇത് തൽക്കാലം ഇവിടെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ചുമര്. ഇതൊക്കെ എന്തായാലും മെയിൻ്റനൻസ് കഴിയുമ്പോൾ ഉഷാറാക്കും. ആ ടോപ്പ് ലെവൽ നോക്കി ഇവിടെ നമുക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കട്ടെ. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, മെയിൽ ടോയ്ലറ്റ് ഫീമെയിൽ ടോയ്ലറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാച്ച് ടവർ ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇവിടെ തന്നെ നല്ല പോയിൻ്റാണ്. പഴയ കാലത്ത് ഇങ്ങനത്തെ വാച്ച് ടവർ ഒരുപാടുണ്ടായിരുന്നു. ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ കൊള്ളക്കാർ വരുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വാച്ച് ടവേഴ്സൊക്കെ ഉള്ളത്. എന്തായാലും വാച്ച് ടവർ ഓപ്പൺ നോക്കട്ടെ. നേരെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. ഇവിടെ ഓപ്പണാണ്. ഇതിൻ്റെ ഉള്ളിൽ വല്ല സെറ്റപ്പ് ഉണ്ടോ നോക്കാം. ഓ, ഇതാണ് വാച്ച് ടവറിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് കേട്ടോ. ഇങ്ങനെ ഒരു റൂഫ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ റാന്തൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ എയർ ഹോൾസുകൾ കൊടുത്തിട്ടുണ്ട്. ഓഫ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വാതിക്കുള്ള വ്യൂ എന്നുണ്ടല്ലോ, അത് നോക്കിയേ എന്തൊരു രസം നോക്കിയേ. ഇതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കണമെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ, പ്രത്യേക വൈബാണ്. പിന്നെ ഇവിടെ സ്റ്റെപ്സ് നോക്കിയേ, ഇതിൻ്റെ മോണിക്കാളുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മരത്തോണ്ടുള്ളതാണ് കേട്ടോ. അയ്യോ, കയറി നോട്ടെ, കയറാൻ പറ്റിയിരിക്കും എന്തായാലും. എന്തായാലും മോളിൽ ആരങ്ങാണ്ടൊക്കെ ഉണ്ട്. അവിടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ ആരൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ നാച്ചുറൽ ലൈറ്റിംഗ് ആണ് ഇവിടുത്തെ വിൻഡോസിൽ കൂടെ വന്നത് കേട്ടോ. അടിപൊളി. ഇനി അടുത്ത സ്റ്റെപ്പിൽ പോകണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മുകളിൽ കയറി നോക്കട്ടെ. നിങ്ങളെന്താ അവിടെ ഒരു ലോക്കായല്ലേ? അതെ, ഞാൻ അവിടെ പോയപ്പോഴൊന്നുമില്ല. അവിടെ കുറച്ച് ഫിലിപ്പീൻസ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അവരെ പിക്ചേഴ്സ് ഒക്കെ എടുക്കണ്ടായി. അപ്പം ഞാൻ ശേഷം അവരെ വിഷ് ചെയ്ത് അതിട്ട് അവർ ഞാൻ നമ്മളടുത്ത് പോകുന്നത് അവരവരെ ഐഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പം എന്ത് ചെയ്ത് ആ കല്ലിൻ്റെ ഇടക്കിൽ ഈ മൊബൈൽ എടുത്ത് വെച്ച് അവിടെ ഗ്രിപ്പ് കിട്ടിയില്ല. നമ്മൾ മൊബൈൽ വെച്ച് ഇങ്ങോട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഹെൽത്ത് കണ്ട് സ്പോട്ടിൽ സ്ക്രീൻ ക്രാക്കായി. ഒന്നും പറഞ്ഞൊരു കാര്യമില്ല. ഇവിടെ വരുമ്പോൾ കുറച്ച് നമുക്ക് ട്രൈപോഡ് സ്റ്റാൻഡ് ചെറുത് അല്ലേ, സെൽഫി വിത്ത് ട്രൈപോഡ് ഇല്ലേ, അത് ഒരു നല്ലൊരു ഗാഡ്ജറ്റാണ്. ഇതിനൊക്കെ വരുന്നോട് നമുക്ക് ഫോട്ടോ എടുക്കാണ്ട് കുറച്ച് സേഫ്റ്റി നമുക്ക് നോക്കണം നല്ലതാണ്. അനീസ് ബ്രോ, ആ ബ്രോ എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അത് നമ്മൾ ഇതിൽ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് വിശ്വാസമാവില്ല. ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എന്താ സംഭവം എന്നറിയോ? നമ്മൾ വാദി ഷീസിലേക്ക് ഇറങ്ങിയതാ, ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അവിടെ എത്തിയിട്ടില്ല. നമ്മൾ വാദി സീസൺ നമ്മളെ മെയിൻ ഈ വ്ളോഗിന്റെ കണ്ടന്റ് കിടക്കുന്നത് അവിടെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട്
പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പോകാനുള്ളതിൽ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ തന്നെ ശരിക്കും നമുക്കൊരു 2 hours ഇവിടെ സ്പെൻഡ് ആയിട്ടുണ്ട് ഓൾറെഡി അല്ലേ. നമ്മൾ ആസ് എ വ്ളോഗർ മാത്രമല്ല, നമ്മളൊരു ടൂറിസ്റ്റും കൂടിയാണ്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മെമ്മറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന രീതിയിൽ നമ്മൾ വ്ളോഗും കൂടി ചെയ്യണത്. ഷഫീർ ബ്രോ, താഴോട്ട് പോകണ്ടോ? നന്നായി. റിസ്ക്കുള്ള പണിയാണ് ഇങ്ങോട്ട് പോരാ. എന്നാലും നേരെ ഒരു വഴി കിടക്കുന്നുണ്ട്, അതൊന്നും പറ്റൂല അവനിപ്പോ. അതിനല്ല, നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിരിക്കണം, മല കയറണം ശരിക്കും. ഷഫീർ ബ്രോയ്, നോക്കിയോ ഇവിടെ വലിയ പാറകളാണ് കേട്ടോ, വലിയ പാറകളാണ്. അവിടെ ഉരുളക്കല്ലുണ്ടല്ലേ ഇറങ്ങുമ്പേ, ചെറിയ ചെറിയ പാറകളുണ്ട്. ഇതിന്റെ മുകളിൽ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെടി നിൽക്കണ്ടോ, തുളസി പോലെ ഉണ്ട്. പക്ഷെ വേറെ സംഭവം, തുളസി അല്ല, അതുപോലത്തെ ഒരു സംഭവം. കുറച്ച് സ്ലിപ്പറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നീ പറഞ്ഞ പോലെ പാറ മൊത്തോണ്ട് ഇറങ്ങി പോവും. പെട്ട് അനീസ് പെട്ട്, നാട്ടുകാരെ അനീസ് പെട്ട്. വഴിയില്ല, വഴി നേരെ ചുവള്ള വഴിയാണല്ലോ ഇതിലുള്ളത്. അതൊക്കെ ഓരോ യുക്തിക്കനുസരിച്ച് ഓരോ കല്ല് നോക്കി ചവിട്ടിയിട്ട് പോരണം. നമ്മളിവിടെ നിന്ന് പറഞ്ഞു തന്ന്. ആ അതെ, ഇപ്പൊ കല്ല് വന്ന്, ഇനി നീ വരാതെ നോക്കണം. ഇങ്ങട് ഇപ്പുറത്തെ ഈ അയ്യോ, ഇനിയാണ് റിസ്ക്. മിക്കവാറൊരു വൈറൽ വീഡിയോ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കണ്ട, നമ്മള് മല ഇറങ്ങി വരുന്നതും കയറുന്നതും നോക്കണ്ട. ഇതിലെ വരുന്നവർക്ക് ഇത്ര റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല വഴിയുണ്ട് ഇവിടെ. അപ്പുറത്ത് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, നമ്മൾ നേരത്തെ വന്ന സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഇതുപോലെ ട്രാക്ക് ഉണ്ട്, സിമ്പിളായിട്ട് നടന്നു പോവാം.